അങ്ങനെ താൽക്കാലികമായിട്ട് ആ രാജ്യത്തിനെ അമേരിക്കയാണ് റൺ ചെയ്യുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെനസ്വേലയിൽ ഭരണത്തിലിരുന്ന നിക്കോളാസ് മഡൂറോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് എന്നുള്ളതാണ്. അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനിസ്വേല, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് ക്യൂബ, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. മിസ്റ്റർ ട്രംപ്, നിങ്ങൾക്ക് നാണമുണ്ടോ? CPIM ഭാരതം വെനിസ്വേലയുടെ കൂടെ നിൽക്കണം, മഡൂറോയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കി. നമ്മളുടെ MA ബേബി, പിണറായി വിജയൻ, ആനാവൂർ നാഗപ്പൻ, കട്ടന്തറ പുരുഷൻ തുടങ്ങിയ ആൾക്കാർ അവരവരുടെ ഫേസ്ബുക്കുകളിൽ എഴുതി. ഇതിനിടയ്ക്ക് ചിരിക്കാനൊരു വകയുണ്ട് കേട്ടോ, ഇവന്മാരുള്ളതുകൊണ്ട്. ചൈനയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഡൂറോയെ തിരിച്ചുവിടണം കേട്ടോ, വിട്ടില്ലെങ്കിൽ ചൈന എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോവാം. അപ്പൊ തുടങ്ങാല്ലേ. വെനസ്വേല എന്ന രാജ്യത്ത് അമേരിക്കയുടെ സൈനിക ആക്രമണം ഉണ്ടാകുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ, അദ്ദേഹത്തിന്റെ ഭാര്യ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നിട്ട് അവരെ US കടത്തുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യയിലെ CPIM ഭാരതം വെനിസ്വേലയുടെ കൂടെ നിൽക്കണം, മഡൂറോയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കി. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അങ്ങനെ താൽക്കാലികമായിട്ട് ആ രാജ്യത്തിനെ അമേരിക്കയാണ് റൺ ചെയ്യുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെനസ്വേലയിൽ ഭരണത്തിലിരുന്ന നിക്കോളാസ് മഡൂറോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് എന്നുള്ളതാണ്. കേവലം ലെഫ്റ്റിസ്റ്റ് ആയിരുന്നില്ല, ഫാർ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ പല കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള പല പ്രശ്നങ്ങളിൽ പോലും ഇടപെടാത്ത, അഭിപ്രായം പറയാത്ത ആൾക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് നേരെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി പ്രതിഷേധിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ അവരുടെ പ്രതിഷേധമുണ്ടാകുന്നു. എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ. CPIM ഭാരതം വെനിസ്വേലയുടെ കൂടെ നിൽക്കണം, മഡൂറോയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കി. നമ്മളുടെ MA ബേബി, പിണറായി വിജയൻ, ആനാവൂർ നാഗപ്പൻ, കട്ടന്തറ പുരുഷൻ തുടങ്ങിയ ആൾക്കാർ അവരവരുടെ ഫേസ്ബുക്കുകളിൽ എഴുതി. ഇതിനിടയ്ക്ക് ചിരിക്കാനൊരു വകയുണ്ട് കേട്ടോ, ഇവന്മാരുള്ളതുകൊണ്ട്. നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ നഗരങ്ങളിൽ വരെ വലിയ പ്രകടനങ്ങളും മറ്റുമാണ് ഇടതുപക്ഷക്കാരൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിലായിക്കോട്ടെ, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനിസ്വേല, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് ക്യൂബ, അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. മിസ്റ്റർ ട്രംപ്, നിങ്ങൾക്ക് നാണമുണ്ടോ? ഇതിനിടയ്ക്ക് ചിരിക്കാനൊരു വകയുണ്ട് കേട്ടോ, ഇവന്മാരുള്ളതുകൊണ്ട്. അതുകൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാളുടെ കൂടെ നമ്മൾ നിൽക്കണം. എന്ത് കാര്യം? മോദി പറഞ്ഞു പോയി തോട് തേടാന്ന്. വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ GDP എത്രയാണ് എന്നുള്ളതാണ്. 2013 മഡൂറോ അധികാരത്തിൽ വരുന്ന സമയത്ത് അവരുടെ GDPയുടെ ഏകദേശ കണക്ക് $330 ബില്യൺ ആയിരുന്നു. $330 ബില്യൺ. ഈ 2023 അദ്ദേഹത്തിൻ്റെ ഭരണം 10 വർഷം പൂർത്തിയാകുന്ന സമയത്തേക്ക് അത് $330 ബില്യൺ നിന്ന് കേവലം $68 ബില്യൺ ആയിട്ട് താഴ്ന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ 80% ആ രാജ്യത്തിൻ്റെ GDP കുറഞ്ഞിരിക്കുന്നത് അഥവാ ചുരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്ന് വെച്ചാൽ ഈ സുന്ദര സുലഭമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ആ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയല്ല, ആ രാജ്യം പാപ്പരായി മാറുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ടത് അവിടുത്തെ നാണയപ്പെരുപ്പമാണ്, ഇൻഫ്ലേഷൻ. ആ ഇൻഫ്ലേഷൻ 2018 ആയപ്പോഴേക്കും, അതായത് മഡൂറോ അധികാരത്തിൽ വന്ന് 5 വർഷം പൂർത്തിയാകുന്ന സമയത്ത് വെനസ്വേലയിലെ ഇൻഫ്ലേഷൻ എന്നത് 1,30,060% ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ നിരക്ക് റിസർവ് ബാങ്കിൻ്റെ ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 2 മുതൽ 6% നിർത്തുക എന്നുള്ളതാണ്. നമ്മുടേത് ഈ കഴിഞ്ഞ നവംബറിൽ നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ 0.71% ആണ്.
അപ്പോൾ നമ്മുടെ ടാർഗറ്റ് റേഞ്ചിനേക്കാൾ വളരെ താഴെ നമ്മളതിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ സാഹചര്യത്തിലാണ് 2018 നമ്മൾ വെനിസ്വേലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ സർജ് എന്ന് പറയുന്നത് 1,30,000% എന്നതിനെക്കുറിച്ച് ബോധ്യമാവുക. എന്ന് വെച്ചാൽ അതിനർത്ഥം സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണമില്ല, കൃത്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളില്ല, അവിടെയുള്ള ഇൻഫ്ലേഷൻ എന്നത് ആ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ യഥാർത്ഥ വസ്തുത. സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. ഇനി ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രസിൻ്റെ ഒരു ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എപ്പോഴും കരുതുന്നത് അവിടുത്തെ പട്ടിണി എത്രത്തോളം ഉണ്ട് എന്നതാണ്. വെനിസ്വേലയിൽ 2019-20 ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള പോവർട്ടിയുടെ കണക്ക് എന്നത് 96%. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വരുമാനം ആൾക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പട്ടിണിയുടെ അളവ് വളരെ കൂടുന്നു. ആ രാജ്യത്ത് ഏതാണ്ട് എല്ലാവരും പട്ടിണിയിലേക്ക് എന്ന തരത്തിലേക്കാണ് 2019-20 ആ രാജ്യം പോയത്. അവിടെ നിന്ന് അത് റിക്കവർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ 2023 വരുമ്പോൾ ഏതാണ്ട് 82% വരെ പട്ടിണി അപ്പോഴുമുണ്ട്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനത വരുമാനമില്ലാത്ത ആൾക്കാരായി മാറുകയും പട്ടിണി നേരിടുകയും ചെയ്യുക എന്നുള്ള കടുത്ത സാമ്പത്തിക ദുരവസ്ഥയാണ് ആ രാജ്യത്തുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പട്ടിണിയാണ് എങ്കിൽ, ജോലി ചെയ്യാനായിട്ട് മാർഗമില്ല എങ്കിൽ, കൃത്യമായ വരുമാനമില്ല എങ്കിൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്തുള്ള ആൾക്കാർ അഭയാർത്ഥികളായി മാറും. അങ്ങനെയെങ്കിൽ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ആ രാജ്യത്ത് നിന്ന് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏതാണ്ട് 80 ലക്ഷം ആൾക്കാരാണ് വെനിസ്വേലയുടെ അതിർത്തികൾ വിട്ട് മറ്റ് രാജ്യത്ത് അഭയം തേടിപ്പോയത്. മഡ്യൂറോ വെറുതെ ഇരിക്കുന്ന ആളുമായിരുന്നില്ല. മഡ്യൂറോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ ആ വീഡിയോ ഒക്കെ ഉണ്ട്. ട്രംപിനെ വെല്ലുവിളിക്കും. ഒന്നാമത് പ്രാന്തനാണ് ട്രംപ്, നമുക്കറിയാമല്ലോ. ആ ട്രംപിനെ വെല്ലുവിളിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഇവിടെ വാടാ, എൻ്റെ കൊട്ടാരത്തിൽ വാടാ, എന്നെ പിടിച്ചോണ്ട് പോടാ, കാണട്ടെ, നീ ആൺകുട്ടിയാണ്, എന്നെ പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു. ട്രംപ് ഇത് കാണുമ്പോൾ ട്രംപിനെ ചൊറിയുമല്ലോ. ട്രംപ് ഒരു പക്വതയില്ലാത്ത മനുഷ്യനാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ട്രംപ് പറഞ്ഞു, എന്നാൽ ഞാൻ വരുന്നില്ല നിൻ്റെ വീട്ടിലേക്ക്. വീട്ടിൽ നിന്ന് ഇയാളെ പിടിച്ചോണ്ട് പോയി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ക്യൂബൻ പൗരന്മാരാണ് മഡ്യൂറോയുടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നത്. 40 പേരുണ്ടായിരുന്നു. ആ 40 പേര് കൊല്ലപ്പെട്ടു. അതുകൂടാതെ വെനിസ്വേലൻ പൗരന്മാർ കുറേ കൊല്ലപ്പെട്ടു. അമേരിക്കയിൽ 10-20 പേര് നാവികസേനയിലെ ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുന്നു. ഏതായാലും വിവരങ്ങളിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്യൂബൻ പൗരന്മാർ സെക്യൂരിറ്റി ആയിട്ട് നിന്നു എന്നാണ്. ഇതിന് കാര്യമില്ല. വെനിസ്വേലക്കാരെ മഡ്യൂറോയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അൺപോപ്പുലറാണ് മഡ്യൂറോ അവിടെ. അതുകൊണ്ട് ക്യൂബയിൽ നിന്ന് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം സഖാവ് വരുന്നു, ഞാൻ ഏറ്റു സഖാവേ എന്ന് പറഞ്ഞു. അവൻ വന്നു, അവന് തെക്കേതാ വടക്ക് എന്നറിയാൻ മേല, അവൻ വെടികൊണ്ട് ചത്തുപോയി. ചൈനയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഡ്യൂറോയെ തിരിച്ചുവിടണം കേട്ടോ. വിട്ടില്ലെങ്കിൽ ചൈന എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോവാ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എല്ലാവരും ഈ വലിയ വലിയ വാചകടിക്കും എന്നുള്ളതല്ലാതെ കാര്യത്തോടെടുക്കുമ്പോൾ അവനവൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം നോക്കി മാറും. അങ്ങനെ മാറണം. ഭാരതവും അങ്ങനെ തന്നെ പെരുമാറണം. അല്ലാതെ ഈ MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വേറെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറ. വാസ്തവത്തിൽ CPIM പോലെ പരിഹാസ്യമായ ഒരു പരിപാടി വേറെ ആർക്കെങ്കിലും ചെയ്യാൻ തൊലിക്കട്ടി ഉണ്ടാകുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. ഏതായാലും പോട്ടെ, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.